ബംഗാളിൽ ആദ്യഘട്ട പോളിംഗ് ശതമാനം വ്യക്തമാക്കുന്നത് മാറ്റത്തിന്റെ ശക്തമായ സൂചനയെന്ന അമിത്ഷാ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ദിനം തന്നെ സംസ്ഥാനത്ത് ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള മാറ്റമാണ് കണ്ടത്. ബി.ജെ.പിയെ അധികാരത്തിലെത്തിക്കാൻ ജനം വലിയ ഉത്സാഹമാണ് കാട്ടിയത്. ബംഗാളിൽ നല്ല ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി. അധികാരത്തിൽ വരും. മമതാ ബാനർജിക്കിനി നിലനിൽപ്പില്ല. രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ 152 നിന്ന് 110 സീറ്റുകളിലധികം ബി.ജെ.പിക്ക് കിട്ടും. മമതയുടെ നുണകൾക്ക് ഇനി ആയുസില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷ എന്തെന്ന് ഇനി ബംഗാൾ തിരിച്ചറിയും. മണ്ണിന്റെ മകൻ ബംഗാളിൽ മുഖ്യമന്ത്രിയാകും. ബംഗാളി സംസാരിക്കുന്ന ബംഗാളിൽ നിന്നുള്ളയാളാകും മുഖ്യമന്ത്രി. 10,000 കോടി രൂപയുടെ അഴിമതിയാണ് മമതയുടെ കാലത്ത് നടന്നത്. അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടും. നുഴഞ്ഞുകയറ്റക്കാരെ തടയും. ഭൂമി കയ്യേറ്റം തടയും. കടന്നു ചെല്ലാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. സർക്കാർ ഉണ്ടാക്കി. ആ ആത്മവിശ്വാസമാണ് ബംഗാളിലുമുള്ളത്. പോളിംഗ് ശതമാനത്തിലെ വർധന ഭരണവിരുദ്ധ വികാരമെന്ന് വ്യക്തമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ബംഗാളിൽ ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുകയാണ്. തീയതി തൂത്തെറിയപ്പെടും. ബി.ജെ.പി. സർക്കാർ വന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കും. ബംഗാളിലെ യുവാക്കളുടെ ജോലി തട്ടിയെടുക്കുകയും പാവപ്പെട്ടവരുടെ അന്നം മുട്ടിക്കുകയുമാണ് ഇവർ ചെയ്യുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരുടെ പേരുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്യുന്നതിനെയും മമത എതിർക്കുന്നതിനെയും അമിത്ഷാ പരിഹസിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് മമതാ ബാനർജിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും അതുകൊണ്ട് അവർ വെറുതെ ബഹളം വെക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കാരണം നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടും സംസ്ഥാനത്ത് സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമാണ്. നമ്മുടെ സഹോദരിമാരെയും പെൺമക്കളെയും ഉപദ്രവിക്കുന്നവരെ തടയാൻ ബി.ജെ.പി. സർക്കാരിന് മാത്രമേ കഴിയൂവെന്നും അമിത്ഷാ പറഞ്ഞു. അതിനിടെ പശ്ചിമബംഗാളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ വടക്കൻ ബംഗാൾ ഉൾപ്പെടെ 16 ജില്ലകളിലായി 152 മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് ബൂത്തിലെത്തിയത്. എല്ലായിടത്തും രാവിലെ സ്ത്രീകളടക്കം കൂട്ടത്തോടെ എത്തി വോട്ട് രേഖപ്പെടുത്തി. 2021 82.64% ആകെ പോളിംഗ്. മുർഷിദാബാദിലെ സൗദയിൽ ഇന്നലെ രാത്രി പ്രൈമറി സ്കൂളിന് സമീപം റോഡിൽ പെട്രോൾ ബോംബ് എറിഞ്ഞ് സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. ഇവിടേക്ക് വന്ന ആം ജനത ഉന്നയൻ പാർട്ടി നേതാവ് ഹുമയൂൺ കബീറിനെതിരെ ടി.എം.സി. പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. കേന്ദ്രസേന ലാത്തിചാർജ് നടത്തിയാണ് ആളുകളെ നീക്കിയത്. 2 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ് അറിയിച്ചു. സൌത്ത് ദിനാജ്പൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുബേന്ദു സർക്കാരിനെ ടി.എം.സി. കാർ വളഞ്ഞിട്ട് തല്ലി. അസൻസോൾ ദക്ഷിൺ സ്ഥാനാർത്ഥി അഗ്നിമിത്ര പോളിന്റെ വാഹനത്തിന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ചു. ബീർഭൂമിലെ ലാപൂരിൽ ബി.ജെ.പി. ബൂത്ത് ഏജന്റിനെ ആക്രമിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിച്ചു. CRPF ജവാന് നേരെ ആൾക്കൂട്ടം കല്ലെറിഞ്ഞ് താടിക്ക് പരിക്കേറ്റു. അക്രമ സംഭവങ്ങൾക്കിടയിലും പോളിംഗ് സുഗമമായി നടന്നെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം റാലികൾ നടത്തി. സ്ത്രീകൾക്ക് പ്രതിമാസം 3,000 രൂപ, ഗർഭിണികൾക്ക് 21,000 രൂപ, ബിരുദ പഠനത്തിന് 50,000 രൂപ, വീട് നിർമ്മിക്കാൻ 1.5 ലക്ഷം അടക്കം 10 പ്രഖ്യാപനങ്ങൾ നരേന്ദ്രമോദി നടത്തി. മെയ് 4 തൃണമൂലിന്റെ എക്സ്പയറി ഡേറ്റ് ആണെന്നും മോദി അഭിപ്രായപ്പെട്ടു. അതേസമയം മമതയെ ബി.ജെ.പി. അധിക്ഷേപിക്കുന്നുവെന്ന പ്രചാരണം പോളിംഗ് ദിനത്തിലും ടി.എം.സി. സജീവമാക്കുകയാണ്. 2.4 ലക്ഷം സൈനിക വിന്യാസം ചൂണ്ടിക്കാട്ടി ബംഗാളിൽ പട്ടാള ഭരണത്തിന് തുല്യമായ അവസ്ഥയാണെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞു. ഉയർന്ന പോളിംഗ് ഭരണവിരുദ്ധ വികാരമാണെന്ന് ബി.ജെ.പി. കരുതുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം സുരക്ഷിതമായി തങ്ങളിലെത്തിയെന്ന ആത്മവിശ്വാസത്തിലാണ് ടി.എം.സി. അതിനിടെ പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് കാരണം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭരണപരാജയമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മമതാ ബാനർജി അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെക്കുകയും ബംഗാളിൽ ധ്രുവീകരണം നടത്താതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ബി.ജെ.പിക്ക് അവിടെ വളരാൻ കഴിയില്ലായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് രാഹുൽ പറഞ്ഞു. ബി.ജെ.പി. ജനാധിപത്യ പ്രക്രിയകളെ തകിടം മറിക്കുകയാണെന്നും അവരുടെ പ്രത്യയശാസ്ത്രം ഭരണഘടനാ വിരുദ്ധമാണെന്നും രാഹുൽ പറഞ്ഞു. ബംഗാളിൽ മമതാ സർക്കാരിന്റെ ധ്രുവീകരണ നയങ്ങളാണ് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് കാരണമായെന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്ത് കോൺഗ്രസിനെ തടയാൻ കഴിയുന്ന ഏകശക്തി കോൺഗ്രസ് ആണ്. വോട്ടർമാർ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നും രാഹുൽ പറഞ്ഞു. ബംഗാളിൽ അധികാരം പിടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ദിവസമായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇത് സംസ്ഥാനത്ത് ചൂടേറിയ രാഷ്ട്രീയ വാക്പോരിന് കാരണമായി. കോൺഗ്രസിന് വ്യക്തമായ പ്രത്യയശാസ്ത്ര നിലപാടില്ലെന്നും മറ്റു പാർട്ടികളിൽ നിന്ന് ആശയങ്ങൾ കടം വാങ്ങുന്നതാണ് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതെന്നും ബി.ജെ.പി. നേതാക്കളും പറഞ്ഞു. ബംഗാളിൽ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നത് കോൺഗ്രസ് അല്ലെന്നും തൃണമൂൽ കോൺഗ്രസ് പോലുള്ള സംസ്ഥാന പാർട്ടികളാണെന്നും ബി.ജെ.പി. പറയുന്നു. ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 29-നാണ്. മെയ് 4-നാണ് വോട്ടെണ്ണുന്നത്. തൃണമൂൽ കോൺഗ്രസ് ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.